റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദർ യൂട്യൂബിൽ ഒരു പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. സന്തോഷ് ദയാനിധിയാണ് കമ്പോസർ ആൻഡ് വോക്കൽസ് അനിരുദ്ധും വരുന്നുണ്ട്, സന്തോഷ് ദയാനിധിയും വരുന്നുണ്ട്, ആൻഡ് ഏതൊരു ചെന്നൈ ടീം കോയർ എന്നും വരുന്നുണ്ട്. കേട്ടു നോക്കാം. പട്ടം പൊട്ടലും ഏത് പാട്ട്? ആക്ച്വലി ഇത് എവിടെയോ കേട്ടതുപോലെ ഇരിക്കണ്. ഒസക്കെ നാനോ ഒസക്കെ ഏതോ എവിടെയോ കേട്ടതുപോലെ ഇരിക്കണ്. ചിലപ്പോ അനിരുദ്ധിന്റെ വോയിസ് ഒരുപാട് കേട്ടതുകൊണ്ട് അങ്ങനെ തോന്നുവാണെന്ന് പറഞ്ഞൂടെ. ഇത് ഏത് പാട്ട്? ഘട്ടം പൊട്ടലുങ്കി അനിരുദ്ധ് എന്ത് ഡിഎംഡി ഗൈസ്, ഇതാണ് ഒരു ഒരു മിനിറ്റോളം ഉണ്ട്. കട്ടം പൊട്ട ലുങ്കി എന്നാണ് പാട്ടിന്റെ പേര്. പാടിയിരിക്കുന്ന അതിന്റെ ഇതുണ്ട്, പിന്നെ കമ്പോസ് ചെയ്ത പുള്ളിക്കാരനുണ്ട്, സന്തോഷ് ദയാനിധി എന്ന്. പക്ഷെ ഇതെന്തിന്, എന്തുദ്ദേശത്തിന്? ഇപ്പൊ എനിക്ക് തോന്നുന്നു അനിരുദ്ധിന്റെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അനിരുദ്ധിന്റെ ഒരു ഹിഡൻ ഫയൽ ഉണ്ട്. ആ ഒരു ഹിഡൻ ഫയലിന്റെ സ്പേസിൽ അനിരുദ്ധ് ചുമ്മാ ചെയ്ത പാട്ടുകൾ, ആവശ്യം അല്ലെങ്കിൽ എടുക്കാത്ത പാട്ടുകൾ, ട്യൂൺസുകളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതെടുത്ത് ഞാൻ ചുമ്മാ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ആ ഒരു ഹിഡൻ സ്പേസിൽ കിടന്ന സാധനമാണ് ഇത്. എന്നാൽ ഇത് കട്ടം പൊട്ടലുങ്കി കട്ടിക്കട്ടമങ്ക ഇവിടെ കേട്ടതുപോലെ ഇരിക്കണ്. എനിക്ക് തോന്നുന്നു ഇത് ഹിഡൻ ഫോൾഡറിൽ കിടന്ന പാട്ട് തന്നെയാണ്. അത് ഒരു AI മയം പോലെ തോന്നുന്നു. ഇത് സുനോ എന്നൊരു ആപ്പിൽ ഞാനും ദളപതി വിജയുടെ ഒരു പാട്ട് ബർത്ത്ഡേക്ക് വേണ്ടി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 4-5 വരിയൊക്കെ എഴുതി. ആ ഒരു ലിറിക്സ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എന്റെ ഫോണിലാണ് ഉള്ളത്. അപ്പൊ ആ ഒരു ലിറിക്സ് ഒക്കെ എഴുതി ഞാൻ സുനോ എന്നൊരു ആപ്പിൽ ഇട്ടു. എങ്ങനെ വരുന്നത്? ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ വന്നത്. ഇത് തളപതിക്കാക വരേൻ നിൻക അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. എനിക്ക് അതുപോലെ ഒരു AI ടച്ച് പോലെയാണ് തോന്നുന്നത്. പക്ഷെ AI ആണോ ഇല്ലോ ഇന്നും ഉറപ്പുമില്ല. പക്ഷെ AI ടച്ച് പോലെ തോന്നുന്നു. ബട്ട് എന്തിനു ഈ പാട്ട്? ഇത് ഈ സംഭവം അത് തന്നെ. ഈ വേണ്ടാതെ ഹിഡൻ ഫോൾഡറിൽ കിടക്കുന്ന പാട്ടുകളൊക്കെ ചുമ്മാ എടുത്ത് അനിരുദ്ധ് ഇടലാണ്. കേറണമെങ്കിൽ കേറട്ടെ, ഹിറ്റ് ആവണമെങ്കിൽ ഹിറ്റ് ആവട്ടെ, ഇല്ലെങ്കിൽ വെറുതെ പോട്ടെന്ന് പറഞ്ഞു. ആൻഡ് ഇതില് വോക്കൽസിൽ അനിരുദ്ധിന്റെ സൗണ്ട് വരുന്നതാണ്. ഇത് സൗണ്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ അറിയാം. ചിലപ്പോൾ അത് കേട്ടതുകൊണ്ടായിരിക്കാം ആ ഒരു സെയിം വോയിസ് എപ്പോഴും കേട്ട് കേട്ട് മടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ കേട്ട് കേട്ട് മടുത്തത് മീൻസ് നമ്മൾ കേട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചാണ്. കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടോ അങ്ങനെ തോന്നാണെന്ന് അറിഞ്ഞൂടാ. എവിടെയോ കേട്ട പാട്ട് പോലെ വണക്കം ചെന്നൈയിലെ ഏതൊരു പാട്ട് കേട്ടതുപോലെ, അല്ലെങ്കിൽ മച്ചാൻ ചാൻസേ ഇല്ല, അത് എന്തോ അതുപോലത്തെ ഒരു റെസംബ്ലൻസ് ഒക്കെ എനിക്ക് തോന്നി. പക്ഷെ എന്തായാലും ഇത് അനിരുദ്ധിന്റെ പാട്ടല്ല, ഇത് ഒറിജിനൽ പാട്ടല്ല, ഇത് AI ആണ്. എനിക്കിത് AI പാട്ടാണ്. അല്ലെങ്കിൽ ഹിഡൻ ഫയലിൽ കിടന്ന് വെറുതെ ആവശ്യമില്ലാത്തൊരു പാട്ട് ചുമ്മാ എടുത്തിട്ട്, ഞാൻ അത്രയും പറയും. എന്നാൽ ഇത് കട്ടം പൊട്ടൽ ലുങ്കി കട്ടിക്കറ എന്തോന്ന്, കട്ടം പൊട്ടൽ ലുങ്കി കട്ടിക്കറ കട്ടം പൊട്ടൽ ലുങ്കി, അതില് ഇതില് ഫോട്ടോയും കണ്ട ഒരു കട്ടം പൊട്ടൽ ലുങ്കിട്ട് അത് അത് മിക്കറിയാം ഫോട്ടോ എന്ന് തന്നെ തോന്നുന്നു. ഈ പാട്ടും ഫോട്ടോ എല്ലാം എന്ന് തന്നെയാണ് തോന്നുന്നത്. കട്ടം പൊട്ടൽ ലുങ്കി കട്ടിക്കറ വന്ന് ഇത് ഇല്ല, ഇത് അനിരുദ്ധല്ല ഗൈസ്. ഇത് അനിരുദ്ധിന്റെ ഡിലീറ്റഡ് ഫോൾഡറിൽ കിടന്ന അനിരുദ്ധ് ചെയ്തതാണെന്ന് തോന്നുന്നു.